ശരണ്യ, ഒരു വികസനത്തിൻ്റെ പാലം അല്ലെങ്കിൽ വികസനത്തെ ബന്ധിപ്പിക്കുന്ന ഒരു ജനതയെ ബന്ധിപ്പിക്കുന്ന പാലം എന്നാണ് ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത്. എത്രത്തോളം ആഹ്ലാദത്തിൽ ആണ് ഈ പാലം വരുമ്പോൾ അവിടുത്തെ ജനങ്ങൾ? അഭിലാഷ്, തീർച്ചയായിട്ടും ഒരു ജനത്തിന്റെ അല്ലെങ്കിൽ ഒരു ജീവന്റെ വിലയുള്ള ഒരു വഴി എന്ന് തന്നെ നമുക്ക് ഈ പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡിന്റെ ഈ ഭാഗത്തെ വിശേഷിപ്പിക്കാം. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഈ പെരുമ്പളത്തുള്ള മനുഷ്യർ വലിയ ആഘോഷമായി ഈ ഒരു ഉദ്ഘാടനത്തെ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. കാരണം ദീർഘകാലമായുള്ള അവരുടെ ജീവിത ദുരിതത്തിനാണ് ഇന്ന് അറുതി വരുന്നത്. നമുക്ക് കാറും കോളും ഒക്കെ നിറഞ്ഞ അന്തരീക്ഷത്തിൽ സ്വന്തം മക്കളെ ജോലിക്ക് വിടേണ്ടി വരിക, ഒപ്പം തന്നെ അവർക്ക് വിദ്യാഭ്യാസത്തിനായി കുട്ടികളെ അയക്കേണ്ടി വരിക, ജോലിക്കായി മറ്റ് ഇടങ്ങൾ മറ്റു കരകൾ പിടിക്കുക, അതൊക്കെ ഈ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുരിതപൂർണമായ ഒരു കാലഘട്ടമായിരുന്നു. അതൊക്കെ ഒരു ചരിത്രത്തിന്റെ ഭാഗമായി മാറുന്നു, അല്ലെങ്കിൽ പുതിയൊരു ചരിത്രം, നല്ലൊരു ചരിത്രം എഴുതപ്പെടുന്നു എന്നുള്ളതാണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത. ആയിരക്കണക്കിന് ആളുകളാണ് പെരുമ്പളത്തിന്റെ ഈ ആഘോഷത്തിനായി ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം നിർവഹിക്കുക. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഇവിടേക്ക് എത്തിച്ചേരും എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഇത്ര ദൂരത്തിൽ ഏകദേശം 1.5 കിലോമീറ്ററോളം നീളത്തിൽ ആണ് ഈ പെരുമ്പളം പാലമുള്ളത്. ഏറ്റവും മനോഹരമായ ആർച്ചുകൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ, ബാർജ് ഉൾപ്പെടെയുള്ള വലിയ ജലയാനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയുന്ന സംവിധാനങ്ങൾ, അതിനും അപ്പുറത്തേക്ക് ഒരു പ്രധാന ജലപാതയാണ് ഇത്. അതുകൊണ്ട് തന്നെ ദേശീയ ജലപാത ആയതുകൊണ്ട് തന്നെ വേമ്പനാട് കായലിന്റെ കുറുകെ ഇങ്ങനെ ഒരു പാലം വരുമ്പോൾ തീർച്ചയായും അതിന് ഈ ഫ്യൂച്ചറിലേക്ക് കൂടിയുള്ള കാര്യങ്ങൾ പരിഗണിച്ചാണ് അതിന്റെ നിർമ്മാണം അടക്കം 34 തൂണുകൾ, കരയിലുള്ള 2 തൂണുകൾ ഉൾപ്പെടെ 34 തൂണുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. മാത്രമല്ല അത് ഒരു മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിനെ അതിജീവിക്കാൻ കൂടി കഴിയുന്ന രീതിയിലുള്ള ഒരു നിർമ്മാണ രീതിയാണ് എന്നുള്ളതാണ്. 2001 പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ഈ പദ്ധതിക്ക് ജി സുധാകരൻ പൊതുമരാമത്ത് മന്ത്രിയായിരിക്കെ അന്നത്തെ ധനകാര്യമന്ത്രി തോമസ് ഐസക് ഉൾപ്പെടെ ഉള്ളവരാണ് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി ഈ പാലത്തിന് 1 പിണറായി സർക്കാർ അന്ന് 100 കോടി രൂപ, അതായത് ഈ പെരുമ്പളം ദ്വീപ് എന്ന് പറയുന്നത് 12,000 ആളുകൾ മാത്രം, ഇന്നിപ്പോൾ ജനസംഖ്യ 12,000 ആണ്. 12,000 ആളുകൾ താമസിക്കുന്ന ഒരു ഇടമാണ്, ഒരു മനുഷ്യൻ ജീവിക്കുന്ന ഇടമാണെങ്കിൽ പോലും അവിടേക്ക് അടിസ്ഥാന വികസനം എത്തിക്കുക എന്നുള്ളത് തീർച്ചയായും എല്ലാവർക്കും അർഹതപ്പെട്ടതാണ്. അങ്ങനെ പറയുമ്പോൾ പോലും ഇത്രയും വേമ്പനാട് കായലിനെ കീറി മുറിച്ചുകൊണ്ട് ഇത്രയും വലിയൊരു പാത ഒരുക്കുക എന്നുള്ളത് വലിയ വെല്ലുവിളിയായിരുന്നു. പക്ഷേ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച ആ പദ്ധതി ഇപ്പോൾ ഇതാ പൂർത്തീകരണത്തിലേക്ക്, 2 പിണറായി സർക്കാരിന്റെ കാലത്ത് ആ വാഗ്ദാനം പാലിച്ചുകൊണ്ട് പൂർത്തീകരണത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപാട് യാതനകൾ അനുഭവിച്ച മനുഷ്യരുണ്ട്. നമ്മൾ നേരത്തെ സംസാരിക്കുമ്പോൾ ഒരാൾ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു, ദിവസേന 5 മണിക്കൂറോളം കായലിൽ ചിലവിടേണ്ടി വരുന്ന ജീവിതങ്ങൾ. ഇപ്പോൾ ചെമ്മീൻ കെട്ടുകളിലൊക്കെ കൊണ്ട് വിൽപ്പന നടത്തുന്ന ആളുകളൊക്കെ ഇപ്പോൾ ഇവിടുന്ന് അങ്ങേയറ്റത്തേക്ക് പോകുന്ന സമയങ്ങളിലൊക്കെ അവർ പറഞ്ഞ ദിവസേന 3-4 തവണ പോയി വരുമ്പോൾ ഏകദേശം 5-6 മണിക്കൂറോളം പൊരി വെയിലത്ത് നിൽക്കേണ്ടി, അല്ലെങ്കിൽ ഈ കായലിലൂടെ സഞ്ചരിക്കേണ്ട ചെറുവള്ളങ്ങളുടെ അവസ്ഥകളൊക്കെ അവർ വിവരിച്ചിരുന്നു. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഈ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള ദിവസമല്ലേ ഇന്ന്? അത്രേ നല്ല കാര്യം, സന്തോഷമാണ് ഞങ്ങൾക്ക്. തിരുവോണത്തിനേലും വലിയ ഓഷം ഞങ്ങൾക്ക് ഇതാണ്. ആണ്. ഒരുപക്ഷെ ആർക്കും വിവരിക്കാൻ കഴിയാത്തത്ര വിഷമങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ മത്സ്യം കമ്പനിയിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ വള്ളത്തെ ഓളം വന്നു കഴിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. ഞങ്ങൾ ഭയങ്കരമായിട്ട് ഒച്ചയിൽ കരയില്ലാരും, ഭയങ്കരമായിട്ട് ഒച്ച കരഞ്ഞൊക്കെ ഒരു കണക്കിന് ഞങ്ങൾ അക്കരെ എത്തി വള്ളം വലിച്ച്, അങ്ങനെ ഭയങ്കര ഒരുപാട് സങ്കടത്തോടു കൂടി ഞങ്ങളൊക്കെ കഴിഞ്ഞതാണ്. ഇവിടെ വിവാഹം കഴിച്ചുകൊണ്ട് വന്ന ആളാണോ? അതെ. എത്ര നാളെ ഇവിടെ ജീവിക്കാൻ തുടങ്ങി? ഞങ്ങള് ഒരു 40 കൊല്ലത്തിന് മേലെ. എവിടുന്ന ഇങ്ങോട്ട് വന്നത്? ചേർത്തലയിൽ. ചേർത്തലയിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഇതൊരു വല്ലാത്ത ജീവിതമല്ലായിരുന്നു? സങ്കടമായിരുന്നു. വള്ളത്തെ കയറാൻ പേടിയായിരുന്നു. കയറും ഇറങ്ങും അങ്ങനെയായിരുന്നു ഞാൻ. എനിക്ക് വയ്യ, പേടിയായിരുന്നു. ഇത് എന്നെ പിടിച്ച് കയറ്റുമ്പോൾ ഞാൻ അങ്ങോട്ട് ഇറങ്ങും. അങ്ങനെ ചെയ്ത് അങ്ങനെ ഒരു കായലിന്റെ വളരെ വീതിയേറിയ ഒരു ഭാഗമാണ് കടന്നു പോകേണ്ടത് അല്ലേ? അതെ അതെ അതെ. ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലമായിരുന്നു നമുക്ക് കിട്ടിയത്. പെരുമ്പളം പഞ്ചായത്തിൽ ഏത് വാർഡിലാണ് താമസിക്കുന്നത്? 1-ാം വാർഡ്. ടീച്ചറുടെ പേരെന്താ? സുജാത. 1-ാം വാർഡുകാർക്ക് തൊട്ടടുത്താണോ വാർഡ്? ഇവിടെ ചെറിയ ചെറിയ വാർഡുകളാണല്ലേ? അതെ അതെ. ഇനിയിപ്പോ മക്കളൊക്കെ ജോലിക്ക് പോയാൽ സമാധാനമായിട്ട് വീട്ടിലിരിക്കാം. ഈ പാലം വന്ന് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. എറണാകുളത്തൊക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു.
അതാണ് അഭിലാഷ്. 9 മണി കഴിഞ്ഞാൽ ഇവിടുത്തെ പൊതുഗതാഗത സൗകര്യങ്ങളൊക്കെ അവസാനിക്കും. പിന്നെ ഇവരുടെ ജീവിതം ഇതിനകത്താണ്. മറ്റു ആഘോഷങ്ങളോ മറ്റ് ഈ 1 കിലോമീറ്ററിന്റെ വ്യത്യാസത്തിൽ അപ്പുറത്ത് എന്തെങ്കിലുമൊക്കെ നടന്നാൽ അവിടെ ആ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനോ അവിടുന്ന് തിരിച്ചു വരാനോ ഒന്നും കഴിയാത്ത മനുഷ്യർ. അതായത് നമ്മളൊക്കെ ആഘോഷിക്കുമ്പോൾ അവര് ഈ ദ്വീപിൽ അല്ലെങ്കിൽ ഈ തുരുത്തിനകത്ത് അവരുടെ ജീവിതം ഇത്രയും കാലം അവരെ സ്ട്രഗിൾ ചെയ്ത് സഹിച്ച് നിന്നു. അതിനൊരു മോചനം അല്ലേ? അതെ അതെ. എന്റെ കുഞ്ഞുനാളിൽ വള്ളമായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെയായി, അത് കഴിഞ്ഞ് ബോട്ടായി. ഇപ്പൊ സന്തോഷമായിട്ട് പാലായുള്ളൂ. അത് നമ്മുടെ ഇവിടെ ഇപ്പൊ പലരും പറയുന്ന കേട്ടിട്ടുണ്ട്, മക്കൾക്ക് കല്യാണാലോചന വന്നപ്പോൾ ആളുകള് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇറങ്ങി പോയിട്ടുണ്ട്. ഒത്തിരി ആൾക്കാരെ ഇങ്ങനെ മുടക്കം വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ സൗകര്യം കുറവായിരുന്നു. ഞങ്ങള് മത്സ്യം കൊണ്ടുപോണ ആൾക്കാരാണ്. അപ്പൊ ഞാനൊരു പ്രാവശ്യം ഇവിടുന്ന് പറൂരോട്ട് ചെന്നിട്ട് ബോട്ടിന്റെ വെള്ളത്തിലോട്ട് പോയി. വെള്ളത്തിൽ വീണു. വെള്ളത്തിൽ വീണു 10 മിനിറ്റ് കഴിഞ്ഞാണ് പൊങ്ങി വന്നത്. അത്ര ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾ. ഞങ്ങൾക്ക് സന്തോഷമായി പാലം ഒറ്റപ്പെട്ടവരല്ല അല്ലേ? ഇപ്പൊ ഇതുപോലെ എല്ലാരും ഉണ്ടായി. എപ്പോ വേണേലും നമ്മൾ അപ്പുറത്ത് പിടിക്കും. 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ നിന്നിട്ടുണ്ട്. ബോട്ടും വെള്ളമൊന്നും ഇല്ലാതെയൊക്കെ ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്റെ വീട് വള്ളിപ്പുറത്താണ്. പലരും വിവാഹം കഴിച്ച് ഇങ്ങോട്ട് വന്നവരൊക്കെയാണ്. ഒത്തിരി കഷ്ടപ്പാട്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചേട്ടനോട് പറയുമായിരിക്കുമല്ലോ, നീ എന്നെ ഇവിടെ കൊണ്ട് തുരുത്തിൽ കിട്ടും. എന്റെ വീട്ടുകാരോടൊക്കെ ഞങ്ങൾ പറയും, തുരുത്തെ കൊണ്ട് ഇട്ടതാണ്. ഞങ്ങള് ആര് പോലും ഇല്ലാത്ത വടക്കേ അറ്റത്താണ്. ഞങ്ങളുടെ വീട് കഴിഞ്ഞാൽ പിന്നെ അമ്പലമുള്ളൂ, വേറെ വീടൊന്നുമില്ല. ഞങ്ങള് ആകെ ഞങ്ങളൊരൊറ്റ. ഇനിയിപ്പോ നിങ്ങൾക്ക് റോഡൊക്കെ ബസ് റൂട്ടാവൂന്നാ പറയുന്നത്. ഒരു ബസ് ഇങ്ങനെ ഓടിയതാണ്, അത് പിന്നെ നിർത്തലാക്കിയവർക്ക് മുതലാകണം. ഇപ്പൊ കൺസ്ട്രക്ഷൻ ഒക്കെ കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ വണ്ടികൾ രക്ഷപ്പെട്ടു. നിങ്ങളുടെ വീട്ടിലൊക്കെ വാഹനങ്ങൾ ഉള്ളവരായിരുന്നു. വാഹനമൊക്കെ എന്താ ചെയ്യായിരുന്നു? അത് ഞങ്ങൾ ജങ്കാറിനൊക്കെ പോകണം. ജങ്കാർ വെച്ച് കടത്തും. പിള്ളേര് ജങ്കാറിന് പോകും. യെസ്, എന്തായാലും പെരുമ്പളത്തെ ജനതയ്ക്ക് ഒട്ടേറെ പറയാനുണ്ട്. അവർ പറഞ്ഞാൽ തീരാത്തത്ര കഥകൾ ആണ് ഉള്ളത്. പ്രത്യേകിച്ച് കുട്ടികളെ ഉന്നത പഠനത്തിന് പുറത്തുവിടാൻ പറ്റാത്ത സാഹചര്യം, ജോലി ആവശ്യങ്ങൾക്ക് പുറത്തു പോകാൻ പറ്റാത്ത സാഹചര്യം, ഒരു ആശുപത്രിയിൽ പോകണമെന്ന് കരുതിയാൽ അതിന് പറ്റാത്ത സാഹചര്യം, മറുകരയിൽ മണിക്കൂറുകളോളം അനുകൂലമല്ല കാലാവസ്ഥയെങ്കിൽ കാത്തിരിക്കേണ്ട സാഹചര്യം. എന്തിനേറെ പറയുന്നു, അവിടെ നിന്നൊരു വിവാഹാലോചന വന്നാൽ ഈ തുരുത്തിലേക്കില്ല എന്ന് പറഞ്ഞ ആളുകൾ പിന്മാറുന്ന സാഹചര്യം. ആ സാഹചര്യങ്ങൾക്കൊക്കെയാണ് മാറ്റമുണ്ടാകാൻ പോകുന്നത്. അതിനെക്കുറിച്ച് തന്നെയാണ് നടൻ മമ്മൂട്ടിയും പറഞ്ഞത്. കൈകോർക്കുമ്പോൾ മാറുന്നത് ദൂരമല്ല, ഒരു ജനതയുടെ ജീവിതമാണ്. ഇന്നലെ വരെ പെരുമ്പളവും ഒരു ഒറ്റപ്പെട്ട തുരുത്തായിരുന്നു. അസുഖം വന്നാൽ ആശുപത്രിയിലെത്താൻ വൈകുന്ന ആകുലതകൾ, സമയത്തിന് ജോലിക്ക് പോകാൻ കഴിയാത്ത വേവലാതികൾ, ഒരു വിവാഹാലോചന വന്നാൽ പോലും അക്കരെ എന്ന ദൂരം വില്ലനായ നിമിഷങ്ങൾ. ആ കാത്തിരിപ്പുകൾക്കും അവഗണനകൾക്കും ഇപ്പോൾ അറുതിയാവുകയാണ്. എൻ്റെ നാട് ചെമ്പിൻ്റെ അക്കരയായിരുന്നു അരൂക്കുറ്റിയും വടുതലയും പെരുമ്പളവുമൊക്കെ. ഇപ്പോൾ അവയെല്ലാം ഒരു നാടായി. സാധാരണക്കാരൻ്റെ സങ്കടങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നതാണ് യഥാർത്ഥ വികസനമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ പാലത്തിൻ്റെ ആർച്ചുകളിലെ നിറങ്ങൾ പോലെ ഇനി പെരുമ്പളത്തുകാരുടെ ജീവിതത്തിലും മഴവില്ലഴക് വിരിയട്ടെ. കെട്ടിനിന്ന ജീവിതം ഇനി ഒഴുകിത്തുടങ്ങും, പുതിയ വേഗത്തിൽ, പുത്തൻ നിറങ്ങളോടെ. എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.